ചാട്ട മൂന്ന് പട്ടുതൂവാലയും വാസനത്തേലവും അവൾക്കു നൽകാനായി കരുതി ഞാൻ. പട്ടുരുമാല വേണ്ട, അത്തറിൻ മണം വേണ്ട, നെഞ്ചിലെ ചൂട് മാത്രം മതിവൾക്ക്. കടവത്ത് തോണിയിറങ്ങാം, തരിവളക്കൈ പിടിക്കാം, അത് കണ്ടു ലാവ പോലും കൊതിച്ചോട്ടെ. കല്ലായി കടവത്തെ കാറ്റൊന്നും മിണ്ടിലേ, മണിമാരൻ വരുമെന്ന് ചൊല്ലിലേ. വരുമെന്ന് പറഞ്ഞിട്ടും വരവൊന്നും കണ്ടില്ല, കൽവിലെ മൈനെങ്ങും അറിഞ്ഞില്ല. മധുമാസരാവിൻ വിൻചന്ദ്രനായി നാം അരികത്ത് വന്നിട്ടും കണ്ടില്ലേ, നീ കണ്ടില്ലേ. ഏതാ പാട്ട് എന്നിട്ടാണ് മുഖൊക്കെ മൂടി കുത്തിരിക്കണത്. ഞങ്ങൾക്ക് ലൈവായിട്ടൊരു പാട്ട് എടുത്ത് തരുമോ? ഒരു പാട്ട് എന്തോ പ്ലീസ്. നമ്മക്കും നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് പാട്ട്. അപ്പൊ എല്ലാരും അഭിപ്രായം പറയട്ടോ. ഹുദ പാടിയ പാട്ടാണ്. ഇതാണ് എന്നിട്ട് ഓള് പാടാൻ പഠിച്ചു. ആക്ച്വലി എനിക്ക് തോന്നുന്നൊരു 10ാം ക്ലാസ് വരെ പാട്ട് മത്സരത്തിന് പോയില്ലേ? എത്ര ക്ലാസ് വരെ പോയിക്കണേ? 8ാം ക്ലാസ് വരെ പാട്ട് മത്സരത്തിനൊക്കെ പോയി എല്ലായിടത്തും ഫസ്റ്റാ. ആണോ? നമ്മളെ പേരയിലുള്ള ട്രോഫികൾ ഫുള്ള് പാട്ടടി കിട്ടിയതാ. അതിൽ ഏതോ 2 പഠിച്ചു കിട്ടിയതുണ്ട്. സുഹൃത്തുക്കളെ എത്ര അപ്പൊ പാട്ടടി കിട്ടിയതോ? ഡാൻസിനും പോയിക്കണ്. ആണോ? ഇല്ലട്ടോ, ഡാൻസ് പാട്ട് പാടിയല്ലോ. ഏതാ പാട്ട്? അടിപൊളി പാട്ട്. ഞാൻ ഒരു മിനി സ്പോട്ടിഫൈ ആണ് അസൂർ കല്യാണം കഴിച്ചിരിക്കണത്. മറ്റേ പാടിത്തരൂല, പാടൂല, ആർക്കും പാടി തരൂല, പാടില്ല. ഓള് പറഞ്ഞ തരോ, അന്തല്ലാത്ത പ്രായത്തില് സ്റ്റേജ് കയറിയാണ്ട് ഇങ്ങനെ പാടി. ഇപ്പൊ സ്റ്റേജ് കയറി കഴിഞ്ഞാൽ പേടിയാവാണ്. എന്തിനാ അങ്ങനെയൊക്കെ പഠിക്കണം? ഇനിയിപ്പോ സ്റ്റേജ് കയറണ്ട, അല്ലെങ്കിൽ നമ്മൾക്ക് എങ്ങനെ ഒന്ന് പാടി തന്നൂടെ? അതും പാടി തരുന്നില്ലേ? ഇനി നമുക്ക് ലൈവായിട്ട് ഇപ്പൊ ഒന്ന് പാടി തരുമോ? ഇത് പാടിയാണ്ട് നമ്മളെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു സാധനം കേട്ടോ നമ്മളിപ്പോ പ്ലേ ചെയ്ത് തന്നത്. അപ്പൊ എല്ലാരും അഭിപ്രായം പറയാൻ കേട്ടോ. ഹുദ ഇനി പാട്ട് പാടണോ, ഇതേമാതിരി ഇടക്കിടക്ക് നമുക്ക് ഓരോ പാട്ട് പാടി തരണോ വേണ്ടെന്നൊക്കെ നിങ്ങളെല്ലാരും അഭിപ്രായം പറയണം. നമ്മളൊക്കെ അഭിപ്രായം ഇത് കേട്ടിട്ട് ഇനിയും പാടണം എന്നാണ്.